ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എങ്ങനെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായി ഗ്ലോ ചെയ്യാമെന്ന് പറഞ്ഞ് യൂട്യൂബ് തെരഞ്ഞു പിടിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു അടിപൊളി വീഡിയോ. ഗൈസ്, ഞാനത് വെറുതെ പറയല്ലോ കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചെറുപയർ പൊടിയും. കണ്ടോ, 2 ടേബിൾ സ്പൂൺ ഞാൻ ഇവിടെ തന്നെ പൊടിച്ചെടുത്ത ചെറുപയർ പൊടി കേട്ടോ. ഒരു മായമില്ല, ഒന്നുമില്ലാത്ത ചെറുപയർ പൊടിയാണ്. അപ്പം പിന്നീട് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ ഗുണം പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓറഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും കലവറ തന്നെയാണ് ഓറഞ്ച്. നമ്മുടെ ഫേസിന് ഏറ്റവും നന്നായിട്ട് ചേരുന്നൊരു സാധനമാണ് കേട്ടോ ഓറഞ്ച്. അപ്പോൾ ഓറഞ്ച് ഞാൻ ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായ കാരണം ഇതിലേക്ക് ഒരു 5-6 അല്ലി ഓറഞ്ച് നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫേസിലേക്ക് മാത്രമാണെങ്കിൽ ഇത്രയൊന്നും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ എൻ്റെ കയ്യിലും കൂടി പുരട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ടിൽ നിങ്ങൾ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓറഞ്ച് ചേർക്കുന്നുണ്ട്, പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വഴിയെ പറയാം. അപ്പോൾ ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ വെള്ളമൊക്കെ ഫുള്ളായിട്ട് ഇതിലേക്ക് ആക്കണം. പിന്നെ എന്താ പറയുക, ഈ ഫേസ് പാക്ക് ഞാൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാനിവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയൂല. അപ്പോൾ റിസൾട്ട് പക്കാണ് കേട്ടോ. 100% നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമായിരിക്കും. എനിക്ക് കിട്ടി, അതുപോലെ നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് ഫീഡ്ബാക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലത്തെ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് കാര്യം കേട്ടോ. ഇതൊന്നും പുറത്തേക്ക് പോകണ്ട, ഒക്കെ നമ്മുടെ കൊച്ചു അടുക്കളയിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് കൂടുതൽ എങ്ങോട്ടും തപ്പി നടക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഗ്ലോ കിട്ടുമെന്ന് ഉറപ്പാട്ടോ. കാരണം യൂസ് ചെയ്ത ഒറ്റ തവണ യൂസ് ചെയ്യലിന് തന്നെ നമുക്കിത് ഒന്ന് റിസൾട്ട് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റിയും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ജസ്റ്റ് 3 സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. ഒരു തവണ യൂസ് ചെയ്ത് നോക്കൂ, പിന്നെ നിങ്ങൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന 100% ഉറപ്പാട്ടോ. കണ്ണി കണ്ട കെമിക്കൽസൊക്കെ നമ്മുടെ ഫേസിലും അതുപോലെ നമ്മുടെ ബോഡിയിലും വാരി തേക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് നമ്മുടെ നാച്ചുറൽ റെമഡീസ് തന്നെ ആയിരിക്കും എപ്പോഴും. നമ്മൾ ഫേസിലും ഇതൊക്കെ ആണെങ്കിൽ കെമിക്കൽസ് അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടും, പക്ഷേ അത് നമ്മുടെ ഫേസിന് പിന്നീട് ഒരിക്കൽ എന്തായാലും അതിൻ്റെ നെഗറ്റീവ് റോള് പിന്നീടാവും നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോക്കനട്ട് ഓയിലാണ് പിന്നീട് ആഡ് ചെയ്തത്. കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ആട്ടി എടുത്ത കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വിർജിൻ കോക്കനട്ട് ഓയിലാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇവിടെ വിർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ നോർമൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങിച്ച കോക്കനട്ട് ഓയിലൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. അത് അത്ര നല്ലതല്ല നമ്മുടെ സ്കിന്നിനൊന്നും. സ്കിന്നിൽ തേക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിലാട്ടിയ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വിർജിൻ കോക്കനട്ട് ഓയിലാണ് ബെസ്റ്റ്. അപ്പോൾ അത് നമ്മൾ 3 കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കണം. എന്നിട്ട് നമ്മൾ എവിടെയാണോ തേക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ഒരു ഫേസ് പാക്കും തേച്ച് വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. നമ്മൾ ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. സർക്കുലർ മോഷനിൽ നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്യണം. അതുപോലെ നമ്മൾ ഒരു നന്നായി സ്ക്രബ് ചെയ്യരുത്, കാരണം നമ്മുടെ ഫേസാണ്. ജസ്റ്റ് നല്ല സോഫ്റ്റിൽ സ്ക്രബ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് ഡാമേജ് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽസ് നമ്മൾ ഹാർഡായിട്ടുള്ള ടവൽസും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മുടെ ഫേസിൽ. അത് നമ്മുടെ ഫേസിന് ദോഷം വരുത്തും. അപ്പോൾ പിന്നെ നമ്മൾ ചിലർക്കൊക്കെ ഉണ്ടാവും നമ്മുടെ കണ്ണിങ്ങനെ തിരുമ്പുന്നത്. നമ്മുടെ കണ്ണ് തിരുമ്പാൻ പാടില്ല കേട്ടോ. ശരിക്കും കണ്ണ് തിരുമ്പി കഴിഞ്ഞാൽ നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരുന്നുള്ളതാണ് വേറൊരു വശം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇത് തേച്ച് കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് ഇത് കഴുകി കളഞ്ഞു കേട്ടോ. നമ്മൾ നോക്കി ഇൻസ്റ്റൻ്റായിട്ടൊരു റിസൾട്ട് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. എൻ്റെ 2 കയ്യിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? വീഡിയോയിൽ എങ്ങനെ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തന്നെ ഒരു റിസൾട്ട് കിട്ടിയത് കാരണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് റിസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഇതിൽ 100% റിസൾട്ട് എല്ലാവർക്കും കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ ട്രൈ ചെയ്യൂ. വെറും 3 സാധനങ്ങളല്ലേ വേണ്ടുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് ചെയ്യണം. അപ്പോൾ ടാറ്റാ.